ട്രാവൽ ഏജൻസിയുടെ മറവിൽ ലാഭം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തതായി പരാതി. കണ്ണൂർ തെക്കി ബസാറിലെ ബ്രൈറ്റ് ലിങ്ക് ട്രാവൽസ് നടത്തിപ്പുകാരൻ പാപ്പിനിശ്ശേരി മാങ്കടവിലെ ഫത്താഹിനെതിരെയാണ് പാപ്പിനിശ്ശേരി അരോളി സ്വദേശി TPR ഹൗസിൽ റജീഫ്, ആദികടലായിയിലെ നജീബ് എന്നിവർ പോലീസിൽ പരാതി നൽകിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പേര് റജീഫ് പാപ്പിനിശ്ശേരിയാണ്. കണ്ണൂർ ബ്രൈറ്റ് ലിങ്ക് ട്രാവൽസിൻ്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തുന്ന ഒരു പരാതിയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഉബൈദ് ഉസ്താദ് എന്ന, അതായത് മാങ്കടവ് സ്വദേശികളായ ഉബൈദ് ഉസ്താദ് എന്നവരുടെ അനുജൻ ഫത്താഹ് ബ്രൈറ്റ് ലിങ്ക് ട്രാവൽസ് നടത്തി വരുന്നു. ട്രാവൽസിൻ്റെ മറവിൽ ഇവർ പലവിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നു. റജീഫ് എന്ന ഞാനും സമീർ എന്ന എൻ്റെ സഹോദരനും 1.5 കോടിയോളം രൂപ മാസലാഭ വിഹിതത്തിൻ്റെ 20% തരാമെന്ന് പറഞ്ഞ് ട്രാവൽസിൻ്റെ പേരിലും ദുബായ് സ്വർണ്ണക്കടയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പണം കൈപ്പറ്റിയത്. ഞങ്ങൾ തുടക്കത്തിൽ കുറച്ചു കാലം ലാഭം തന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചു. പിന്നീട് ലാഭവിഹിതമോ മുതലോ തരാത്തതിൻ്റെ പേരിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി നൽകി. അവിടെ നിന്ന് പോലീസ് മുഖേന 1 മാസത്തിനകം പണം തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പോയി. അതിനുശേഷം ഞങ്ങൾക്ക് മുൻവ്യവസ്ഥ പ്രകാരം ലാഭവിഹിതം തന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഞങ്ങൾ അവരിൽ നിന്നും പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് എൻ്റെയും സമീറിൻ്റെയും ഞങ്ങളുടെ ഭാര്യമാരുടെ പേരിലും വ്യാജ പരാതി നൽകി രജിസ്റ്റർ ചെയ്തു. ഇതുകൂടാതെ ഞങ്ങൾ മാത്രമല്ല, ഇവർ പല ആളുകളിൽ നിന്നും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇവരുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ മറ്റാരോടും പ്രവൃത്തി പറയരുതെന്ന് പറഞ്ഞ് ഇവർ മറ്റുള്ളവരോട് പണം തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പിക പലരിൽ നിന്നും സമാഹരിച്ച് ഇവർ യോഗ്യന്മാരായി നടക്കുകയാണ്. ദുബൈയിലുള്ള പാപ്പിനിശ്ശേരിക്കാരിൽ നിന്നും കോടികൾ കൈപ്പറ്റിയിരുന്നു. അവർ പണം തിരിച്ചു ചോദിച്ചപ്പോൾ അവരുടെ പേരിലും 2022 പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അവരുടെ പേരിൽ കേസ് നൽകി. എന്നാൽ 2019 ശേഷം പാപ്പിനിശ്ശേരിക്കാരൻ നാട്ടിൽ വന്നിട്ടേയില്ല. നിലവിൽ വ്യാജരേഖ നിർമ്മിച്ച വാഹന ഇടപാട് നടത്തിയ പേരിൽ അവരുടെ പേരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. പണം നൽകിയവർ വീട്ടിൽ പോയ സമയത്ത് ഉബൈദും ഫത്താഹും വടിവാൾ വീശിയ കേസിലെ പ്രതികളാണ്. ഇവരെ വീട്ടിൽ ആരെങ്കിലും പണത്തിൻ്റെ പേരിൽ ചോദിക്കാൻ വേണ്ടി പോയാൽ അവരുടെ പേരിൽ പീഡന കേസും ഓപ്പോസിറ്റ് കേസും കൊടുത്തിട്ട് ഇവർ നിലനിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കീച്ചേരിയിലെ നിയാസിൻ്റെ മരണവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. പല പോലീസ് സ്റ്റേഷനിലും ഇവർക്കെതിരെ പരാതിയുണ്ട്. നിരവധി പേരെ ഇവർ ചതിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് തങ്ങൾക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നുണ്ടെന്നും റജീഫും നജീബും പറഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.